ഹലോ. അപ്പോൾ കുറച്ച് നല്ല കുഞ്ഞുമത്തി കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് നല്ലൊരു മത്തി പുളിമുളകാണ്. അപ്പോൾ നമ്മൾ മത്തി ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ആവശ്യമായ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, അതുപോലെ ഉപ്പ് ഇട്ട് കൊടുക്കാം. ഞാൻ പൊടി ഉപ്പല്ല കേട്ടോ, കല്ലുപ്പ് തന്നെയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് എന്താണ് ഇത് നന്നായിട്ട് പെരക്കി എടുക്കണം. പിന്നെ നമ്മുടെ കണ്ണൂർ ഇങ്ങോട്ടൊക്കെ കൂടുതൽ എല്ലാവരും മത്തി തന്നെയാണ് കേട്ടോ പറയാറ്. ഇനി വേറെ എന്തെങ്കിലും പേരുണ്ടോ എന്നറിയില്ല, പല സ്ഥലത്തും പല പേരാണെന്ന് തോന്നുന്നു അല്ലേ. അപ്പോൾ നമുക്കിനി ഇതിന് വേണ്ടുന്ന ആവശ്യമായ സാധനങ്ങൾ മുറിച്ചെടുക്കണം. അപ്പോൾ ഞാനത് കുറച്ച് മുന്നേ തന്നെ മുറിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, കാരണം വാവ ഉറങ്ങുന്ന സമയത്ത് തന്നെ. പിന്നെ ഞാനിതിൽ ഉള്ളിയൊന്നും കൂട്ടാറില്ല കേട്ടോ. പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, തക്കാളി, അപ്പം കറിവേപ്പില ഉണ്ടെങ്കിൽ ഇടാറുണ്ട്, കറിവേപ്പില ഇല്ല അതുകൊണ്ട് ഇട്ടിട്ടില്ല കേട്ടോ. ഇനി നമുക്കത് മീനിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഇതിനാവശ്യമായ പുളി വേണം അല്ലേ. അപ്പോൾ നമ്മൾ കുറച്ച് പുളി പൊതിർത്തിട്ട് അതിൻ്റെ വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ആ പുളിവെള്ളം ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കണം. അപ്പോൾ ഇതാ കണ്ടില്ലേ, ഇനി നമുക്ക് ഈ പുളിവെള്ളം ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. അത്രേ വേണ്ടു, കാരണം തക്കാളിയുടെ പുളിയൊക്കെ വരുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ കുറച്ച് വെള്ളം കൂടെ ഞാൻ പാർന്നു കൊടുത്തിട്ടുണ്ട്. ഇനി എനിക്ക് നല്ല എരിവാണ് കേട്ടോ മീൻ പുളിമുളകിനൊക്കെ, അപ്പോൾ ഞാൻ കുറച്ചുകൂടെ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ പച്ചമുളക് മറ്റേ നല്ല എരിവുള്ള ബുള്ളറ്റ് മുളക് തന്നെയാണ് കേട്ടോ, പിന്നെ കാശ്മീരി പൊടിയൊന്നല്ല. ഇനി നമുക്കിത് അടുപ്പത്തേക്ക് വെച്ച് കൊടുക്കാം. നമ്മുടെ ഗ്യാസ് കത്തിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ മീൻകറി ഇവിടെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഇത് അടച്ചു കൊടുക്കണം. അടച്ചു കൊടുത്തിട്ട് നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് നോക്കാം കേട്ടോ. അപ്പോൾ അങ്ങനെ ഇതാ കുറച്ച് കഴിഞ്ഞിട്ട് അപ്പോൾ നോക്കുമ്പോൾ കണ്ടില്ലേ, നമ്മുടെ മീൻകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി എന്ത് ചെയ്യണം, നമുക്കിതിലേക്ക് നല്ല പച്ച വെളിച്ചെണ്ണയും കൂടി ഉണ്ടെങ്കിൽ നനച്ച് കൊടുക്കുക, നല്ലതാണ് കേട്ടോ. അപ്പോൾ കറിവേപ്പില ഇല്ല, ഉണ്ട് കറിവേപ്പിലയും കൂടി എതിർത്ത് കൊടുക്കുക. അപ്പോൾ ഞാനിതാ കുറച്ച് പച്ച എണ്ണയും കൂടെ നനച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നമ്മുടെ അസൽ കുളത്തക്കും നല്ല ചോറിനൊക്കെ, റേഷനരി ചോറൊക്കെ ആണെങ്കിൽ അടിപൊളി കേട്ടോ, നല്ല എരിവും പുളിയും ഒക്കെ ആയിട്ട്. അപ്പോൾ നമ്മുടെ മീൻകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്, നല്ല നാടൻ മത്തി പുളിമുളക് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക്, ഷെയർ, കമൻറ്റ് ഓർ സബ്സ്ക്രൈബ്. ഓക്കെ, ടാറ്റാ.